read a portion from Romans 8:28. That is, and we know that all things work together for good to them that love God, to them who are called according to His purpose. So, I was a Catholic believer, and 8 years before I accepted Jesus as my personal savior from a college. And I just want to share is that nobody told me any gospel, but what attracted me to Christ is that they led a beautiful life, Christian life. അതായത് അവർ എൻ്റെ ഫ്രണ്ട് കോളേജിൽ വന്നപ്പോഴും അവർ നല്ലൊരു ക്രിസ്ത്യൻ ലൈഫ് എനിക്ക് എക്സാമ്പിളായിട്ട് തന്നു. ഇതുവരെ ഒരു പ്രാവശ്യം പോലും അവരെന്നോട് സുവിശേഷം പറയുമ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു ഗ്രൂപ്പ് അവർ നല്ലൊരു സാക്ഷ്യമുള്ളൊരു ജീവിതം നയിച്ചു. അതാണ് ആക്ച്വലി എന്നെ ക്രിസ്തുവിലേക്ക് അട്രാക്ട് ചെയ്തത്. പിന്നെ സെക്കൻഡ് തിങ് എനിക്ക് പറയാനുള്ളത്, ഫോർ ഗോഡ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ. എൻ്റെ പേരൻസ് എല്ലാവരും എഗെയിൻസ്റ്റ് ആയിരുന്നു. എൻ്റെ ഹോൾ ഫാമിലി, ഞാൻ കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ്, എൻ്റെ ബേസിക്കലി ഞാൻ വരുന്നത് അവിടെ നിന്നാണ്. പക്ഷേ ഹോൾ ഫാമിലി എനിക്ക് എഗെയിൻസ്റ്റ് ആയിരുന്നു, ഇപ്പോഴും എഗെയിൻസ്റ്റ് ആണ്. എൻ്റെ വെഡിങ്ങിന് പോലും ആരും അറ്റൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ സ്റ്റിൽ ഞാൻ വിശ്വസിച്ചു, എൻ്റെ പേരൻസ് എല്ലാം എഗെയിൻസ്റ്റ് ആയിരുന്നു. ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം എനിക്കൊരു പ്രോമിസ് തന്നു. അത് ഒരു ദിവസം ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവേ എൻ്റെ പേരൻസ് എല്ലാം അഗെയിൻസ്റ്റാണ്, ഞാൻ തിരിച്ചു പോയാലോ കാത്തലിക് ബിലീഫിലോട്ട്. അപ്പം ദൈവം എന്നോട് പറഞ്ഞു, നീ ഇപ്പോൾ ഒരു സ്റ്റെപ്പ് തിരിച്ചു വെച്ചാൽ ഹോൾ ഫാമിലി നരകത്തിലേക്കായിരിക്കും പോകുന്നത്. സോ ദൈവം പറഞ്ഞു, നീ ഇപ്പോൾ കുറച്ച് നാൾ ഈ കഷ്ടപ്പാട് സഹിക്കുവാണെങ്കിൽ നിന്റെ ഹോൾ ഫാമിലി വിശ്വാസത്തിൽ വരുമെന്ന് ദൈവം എന്നോട് പ്രോമിസ് ചെയ്തു. സോ ഞാൻ ദൈവം പ്രോമിസ് തന്നത് 8 years ബിഫോർ പ്രോമിസ് എനിക്ക് ദൈവം തന്നത് ഐസയ chapter 60:19. The sun shall be no more thy light by day, neither for brightness shall the moon give light unto thee, but the Lord shall be unto thee an everlasting light, thy God, thy glory. സോ ഞാൻ ഈ ഒരു വാക്യം വെച്ച് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവെ ഒരു പൊട്ടിയെ പോലെ. കോളേജിൽ എല്ലാവരും ചിരിക്കുമായിരുന്നു, ഞാൻ പെന്തക്കോസ് അനുഭവത്തിൽ വന്നുകൊണ്ട് ഓർണമെന്റ്സ് എല്ലാം ഊരിയുണ്ട്, ദൈവത്തോട് ഒത്തിരി സെപ്പറേറ്റഡ് ലൈഫ് നയിച്ചുകൊണ്ട് എല്ലാവരും എന്നെ ടീസ് ചെയ്യുമായിരുന്നു. എൻ്റെ പേരൻസ് പോലും എന്നെ ടീസ് ചെയ്യുമായിരുന്നു. ഒരു വെഡിങ്ങിന് പോലും എന്നെ ആരും ഇൻവൈറ്റ് ചെയ്തായിരുന്നു, കാരണം അവരുടെ സ്റ്റാറ്റസിന് എഗെയിൻസ്റ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ വെറും സിമ്പിളായി ടോട്ടലി ഡിഫറെൻ്റ് ആയി പോയുണ്ട്. പക്ഷെ സ്റ്റിൽ ഞാൻ വിശ്വസിച്ചു, ഈ വചനം വെച്ച് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ എനിക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ പോലും ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ജസ്റ്റ് ഒരു വർഷം കഴിഞ്ഞ് എൻ്റെ പപ്പ ആദ്യമേ ഏറ്റവും കൂടുതൽ എഗെയിൻസ്റ്റ് ആയിട്ട് തന്ന എൻ്റെ ഫാദറായിരുന്നു. പപ്പ വിശ്വാസി വരുന്ന ഇറാഖിലേക്ക് ദൈവം വിളിച്ചു കൊണ്ടുപോയി. ഒരു ആർമി ക്യാമ്പിൽ പപ്പ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം അവിടെ വെച്ച ഒരു പാസ്റ്റർ ഇല്ലായിരുന്നു, ഒരു വിശ്വാസി ഇല്ലായിരുന്നു, ആരുമില്ലായിരുന്നു. ഉണ്ടായിരുന്ന വിശ്വാസി പപ്പായ കുറച്ചും കൂടെ വിശ്വാസത്തിൽ നിന്ന് പുറോട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥ. ഞാൻ ഓർത്ത്, കർത്താവ് എങ്ങനെ എൻ്റെ പേരൻസ് വിശ്വാസി വരുന്നത്? പക്ഷേ ദൈവം പപ്പയുടെ ഹൃദയങ്ങളോട് വചനത്തിൽ കൂടെ ഇടപെട്ട് അങ്ങനെ പപ്പ വിശ്വാസത്തിലേക്ക് വന്നു. സോ നമ്മൾ ഓർക്കും ആരുമില്ലായിരിക്കും സുവിശേഷം പറയാമെന്ന്. പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. ഇന്നും നമ്മൾ മെസ്സേജ് കേട്ടതുപോലെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മതി, ദൈവം ശരിക്കും അത്ഭുതം ചെയ്യും. എൻ്റെ ഫാദർ ഇറാഖിൽ ആരുമില്ല സ്നാനപ്പെടുത്താൻ, പക്ഷെ ആ ഉള്ളിലുള്ള ആഗ്രഹം കാരണം ദൈവം തന്നെ ഒരു ദേവദാസിനെ അവിടെ അയച്ചു. അത് എനിക്ക് ഇപ്പോഴും വണ്ടണം അതെങ്ങനെ ആ പാസ്റ്റർ അവിടെ എത്തിയെന്ന്. പപ്പ സദാം ഹുസൈൻ്റെ സ്വിമ്മിംഗ് പൂളിൽ അവിടെ സ്നാനപ്പെട്ടു. പിന്നെ ഒരു 2-3 years കഴിഞ്ഞപ്പോൾ എൻ്റെ പേരൻസ് എല്ലാവരും, എൻ്റെ ബ്രദർ സിസ്റ്റേഴ്സ് എല്ലാവരും വന്നു. പിന്നെ യൂത്ത്സിനോട് ഞാൻ പഠിത്തത്തിൽ ഒട്ടും സ്മാർട്ട് അല്ലായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ടീച്ചേഴ്സിൻ്റെ പുറകെ ബെഗ് ചെയ്ത് പോകുന്നത്, പ്ലീസ് എനിക്ക് ഒരു മാർക്കും കൂടെ തരുമോ, എനിക്കൊന്ന് പാസ്സാകാനാണ്. ഈവൻ എൻ്റെ ഫാർമസി, എൻ്റെ ബാച്ചിലേഴ്സ് ഡിഗ്രി എടുത്തപ്പോഴും മാസ്റ്റർ ഡിഗ്രി എടുത്തപ്പോഴും എൻ്റെ ടീച്ചേഴ്സ് എക്സാം ഹോളിൽ വന്ന് ടീസ് ചെയ്യുമായിരുന്നു ജൂനിയേഴ്സിന് മുമ്പിൽ. സോണിയ നീ എന്തോ എഴുതുന്നത്, നിനക്ക് പാസ്സാകാൻ പറ്റുമോ? ഞാൻ ഒത്തിരി ദിവസം കരഞ്ഞിട്ടുണ്ട്. പക്ഷേ ദൈവം എന്നെ അവിടെ നിരാശപ്പെടുത്തിയില്ല. യൂണിവേഴ്സിറ്റി റിസൾട്ട് വന്നപ്പോഴത്തേനും ആ യൂണിവേഴ്സിറ്റി തന്നെ ടോപ്പായിട്ട് പാസ്സാവാൻ ദൈവം എന്നെ സഹായിച്ചു. അതും എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയിൽ തന്നെ എനിക്കൊരു മെഡലും തരാൻ ഇടയായി. ഡോക്ടർ അബ്ദുൽ കലാം എനിക്ക് ആ മെഡലും തന്നത്. സോ ദൈവത്തിനൊരു അസാധ്യമില്ല. നമുക്ക് ബുദ്ധി ഇല്ലായിരിക്കാം, കഴിവില്ലായിരിക്കാം, ജസ്റ്റ് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവം എല്ലാം തരും. പക്ഷെ എവിടെ ചെന്നാലും നല്ലൊരു ക്രിസ്ത്യാനിയായിട്ട് എന്നെ ഇപ്പോഴും എൻ്റെ സൊസൈറ്റി അംഗീകരിച്ചിട്ടില്ല. എൻ്റെ കുടുംബത്തിലോട്ട് എന്നെ ആരും എന്നെ വെൽക്കം ചെയ്യാറില്ല, കസിൻസിൻ്റെ വെഡിങ്ങിന് ഇൻവൈറ്റ് ചെയ്യാറില്ല. പക്ഷേ സ്റ്റിൽ ദൈവത്തിന് വേണ്ടിയിട്ട് നിന്നാൽ നമുക്ക് വേണ്ടതെല്ലാം ദൈവം തരും. പിന്നെ ഒരു ലാസ്റ്റ് കാര്യം കൂടെ, എവിടെ ഇവന്
നീ ഒരു ഡോക്ടർ ആയിരിക്കാം, നേഴ്സ് ആയിരിക്കാം, എഞ്ചിനീയർ ആയിരിക്കാം, സ്റ്റുഡൻ്റ് ആയിരിക്കാം, വലിയ വലിയ എഡ്യൂക്കേഷന് പോകുന്നവർ, വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കാം. പക്ഷെ എവിടെ ചെന്നാലും നമുക്ക് പ്രീച്ച് ചെയ്യാൻ ഈസിയാണ്, പക്ഷെ നല്ലൊരു ക്രിസ്ത്യൻ ലൈഫ് ലീഡ് ചെയ്യുക. നീ ഒരു ഡോക്ടറാണോ, നല്ലൊരു ഡോക്ടറാണ്. നീ നല്ലൊരു സ്റ്റുഡൻ്റ് ആണോ, നീ പഠിക്കുകയാണോ, അവിടെ നല്ലൊരു എക്സാമ്പിളായിട്ട് ജീവിക്കും, നല്ലൊരു സ്റ്റുഡൻ്റായിട്ട്, നല്ലൊരു പൈതലായിട്ട് കാണിക്കുക. അതുകൊണ്ട് പ്രീച്ച് ചെയ്യുന്നതിനേക്കാളും എഫക്റ്റീവാണ് നമ്മൾ നല്ലൊരു ക്രിസ്ത്യൻ ലൈഫ് ലീഡ് ചെയ്യുന്നത്. ഒത്തിരി പേരെ നേടിയെടുക്കാൻ പറ്റും. സോ ഇത്ര നല്ലൊരു ഓപ്പർച്യൂണിറ്റി ദൈവം എനിക്ക് തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഓപ്പർച്യൂണിറ്റി തന്ന എല്ലാ PYCD മെമ്പേഴ്സിനും ഞാൻ നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്.